പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുത്താതെ, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ, നാം കേട്ട വാഗ്ദത്തം, നാം പ്രാപിച്ച വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 23:18 ഇങ്ങനെയാണ് പറയുന്നത്: ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരു യഹോവ ഭക്തനെ സംബന്ധിച്ച് ബൈബിൾ വ്യക്തതയോടെ കൊടുക്കുന്ന വലിയൊരു ഉറപ്പാണ് പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ, പ്രത്യാശയ്ക്ക് കോട്ടം വരാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലവിധമായ പ്രതിസന്ധികൾ, പലവിധമായ പ്രതികൂലങ്ങൾ, പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ സമയങ്ങളിൽ കയറി വരുന്ന ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ബൈബിൾ, വിശുദ്ധ വേദപുസ്തകം നമുക്ക് ഉറപ്പു തരുന്നു, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ ഒരു പ്രതിഫലം നൽകിത്തരുന്ന ഒരു ദൈവമുണ്ട്. മാതാപിതാക്കളോട് ചോദിച്ചാൽ തലമുറകളെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ, വലിയ പ്രത്യാശയാണ്, വലിയ സ്വപ്നങ്ങളും കണക്കുകൂട്ടലുകളുമാണ്. നാം നമ്മോട് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയും വലിയ പ്രത്യാശയുമൊക്കെയാണ് നാം മുന്നിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമാണ്, സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന വലിയ പ്രതീക്ഷകളുണ്ട്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ഇതിനെയൊക്കെ വിരാമം കുറിച്ചുകൊണ്ട്, ഇതിനെയൊക്കെ താറുമാറാക്കിക്കൊണ്ട്, വലിയ പ്രതീക്ഷകളോടെ കെട്ടി ഉയർത്തിയ ഓരോ വിഷയങ്ങളെ താറുമാറാക്കിക്കളഞ്ഞ്, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ, ഒരു സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഇനിയും പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ലാതെ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അനേക സംഭവ വികാസങ്ങൾ ഒരുപക്ഷെങ്കിൽ ലൈഫിലുടനീളം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. ചില മാതാപിതാക്കളോട് ചോദിച്ചാൽ തലമുറകളെ വളരെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, തലമുറകളെ സ്വപ്നങ്ങൾ കണ്ട് തലമുറകളെ വളർത്തി, എന്നാൽ അവരുടെ വിദ്യാഭ്യാസ മേഖലകളെ മുൻപോട്ട് വിടാതെ വണ്ണം, അവരുടെ ഭാവി മേഖലകളെ മുൻപോട്ട് വിടാതെ വണ്ണം തടഞ്ഞു നിർത്തിയ, ഒതുക്കിക്കളഞ്ഞ വല്ലാത്ത ഒരു പ്രതിസന്ധി. ചില വ്യക്തികൾ നല്ല പഠിത്തമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, വളരെ ഇൻ്റലിജൻ്റ് ആണ്, പക്ഷെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വയ്ക്കാൻ കഴിയാതെ, മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് ജീവിതം വഴിമുട്ടിയതുപോലെയുള്ള അവസ്ഥകൾ വന്നെത്തിയിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ഇന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ സൂക്ഷിക്കാൻ ഒരു ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ചലിക്കുന്നുണ്ട്. ഏത് വിഷയത്തിനകത്താണ് ഭാരപ്പെട്ടത്? വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം പഠിക്കുമ്പോൾ യോസഫ് എന്നൊരു ദൈവമനുഷ്യനെ അവിടെ കാണാൻ കഴിയുന്നു. വാർദ്ധക്യത്തിൽ യാക്കോബിനുണ്ടായ മകനായതുകൊണ്ട് അവനെ ഏറ്റവും സ്നേഹിച്ച യാക്കോബ് അവനൊരു നിലയങ്കി ധരിപ്പിച്ചു കൊടുത്തു. എന്നാൽ സഹോദരന്മാർ അതൊട്ടും ഇഷ്ടമില്ലാതെ ഇരുന്നു. ദൈവം അവനൊരു സ്വപ്നം കൊടുത്തു. അവൻ്റെ സ്വപ്നങ്ങൾ സഹോദരങ്ങളോടും അപ്പനോടും ഒക്കെ വിവരിച്ചു പറഞ്ഞപ്പോൾ അവൻ്റെ ആ സ്വപ്നത്തെ, അവൻ്റെ ആ പ്രതീക്ഷയെ, അവൻ്റെ ആ പ്രത്യാശയെ മണ്ണിട്ട് മൂടിക്കളയാൻ, അവൻ്റെ ആ പ്രതീക്ഷയെ നശിപ്പിച്ചു കളയുവാൻ അവർ കൂടിയാലോചിച്ചു. സഹോദരന്മാർക്ക് ക്ഷേമമന്വേഷിച്ച് ഭക്ഷണം കൊണ്ട് കൊടുക്കുവാൻ പോയ യോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. സ്വപ്നക്കാരൻ വരുന്നു, ദർശനക്കാരൻ വരുന്നു എന്ന് ദൂരവേ നിന്ന് കളിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം പറയുമ്പോഴും
നാം നമ്മുടെ വീടിനകത്തൊരു പക്ഷെങ്കിൽ ഇത്യാദി വിഷയങ്ങൾ, പരിഹാസങ്ങൾ കേട്ട് നമ്മെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന അനേക സംഭവങ്ങളായിരിക്കാം നമ്മുടെ ചുറ്റുപാടും നടമാടിക്കൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കാരൻ, വലിയ സ്വപ്നമുള്ളവൻ, വലിയ ദർശനമുള്ളവൻ, അവൻ എങ്ങും എത്തത്തില്ല. പൊട്ടക്കിണറ്റിൽ അവൻ്റെ സ്വപ്നങ്ങൾ അവസാനിക്കുകയാണ്. ഇതോടെ അവൻ്റെ സ്വപ്നങ്ങൾ തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, താങ്കളുടെ സ്വപ്നത്തെ മണ്ണിട്ട് മൂടിക്കളയാൻ, പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു കളയാൻ കൂടിയാലോചിച്ചവരുടെ നടുവിൽ താങ്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ, താങ്കളുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാതെ വലിയ നിവർത്തി പദത്തിലേക്ക് ആ സ്വപ്നങ്ങളെ, ദർശനങ്ങളെ, ആ പ്രതീക്ഷകളെ വലിയ ദൈവപ്രവർത്തികളിലേക്ക് ആമേൻ കരം പിടിച്ചുയർത്തുന്നൊരു സമയം വെളിപ്പെടാൻ പോകുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒട്ടും സമാധാനമില്ലാതെ അസമാധാനത്തിൻ്റെ വിത്തുകൾ വിതച്ച് പൈശാചിക മേഖലകൾ കുടുംബത്തെ, തലമുറകളെ, സ്വകാര്യ ലൈഫുകളെ എല്ലാം താറുമാറാക്കാൻ നോക്കുമ്പോൾ പ്രത്യാശ തകർന്നു, പ്രതീക്ഷകൾ തകർന്നു എന്ന് ചിന്തിച്ചിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ പ്രതീക്ഷകൾ സ്തോത്രം മണ്ണിട്ട് മൂടാൻ വരട്ടെ. നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് പറയാൻ വരട്ടെ. ആ പ്രതീക്ഷകൾക്ക്, പ്രത്യാശകൾക്ക് കരം തന്നു മുൻപോട്ട് നടത്താൻ ഒരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ കൂടെ നിൽക്കേണ്ടവർ നമ്മെ കൈവിട്ട് കളഞ്ഞേക്കാം. ഒരുപക്ഷെങ്കിൽ ആശ്വാസങ്ങൾ പറയേണ്ടവർ മിശ്രത നമുക്ക് എതിര് പറഞ്ഞേക്കാം. ഒരുപക്ഷെങ്കിൽ നമ്മുടെ കൂടെ കാണുമെന്ന് പറഞ്ഞവർ മാറി നടന്നേക്കാം. പക്ഷെ മാറിപ്പോകാത്ത, നമ്മെ വിട്ടുകൊടുക്കാത്ത, നമ്മുടെ കൂടെ എന്നുമുള്ളൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലും ചലിക്കുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യോസഫിനെ സഹോദരന്മാർ, ദർശനക്കാരൻ വരുന്നു, അവൻ്റെ പ്രത്യാശ, അവൻ്റെ പ്രതീക്ഷ, സ്തോത്രം നമുക്കൊന്ന് കാണാം. യോസഫ് വളരെ സകല പ്രതീക്ഷകളും വെച്ചത് സർവശക്തനായ ദൈവത്തിലാണ്. പ്രിയമുള്ളവരെ, യോസഫിൻ്റെ ജീവിതത്തിൽ പൊട്ടക്കിണർ വന്നു. യോസഫിൻ്റെ ജീവിതത്തിൽ അടിമച്ചന്തകൾ വന്നു. യോസഫിൻ്റെ ജീവിതത്തിൽ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ താൻ കേട്ടിട്ടില്ലാത്ത ഗുരുതരമായ ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നു. യോസഫിൻ്റെ ജീവിതത്തിൽ കാരാഗ്രഹം വെളിപ്പെട്ടു. യോസഫിൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പ്രയാസങ്ങളിലൂടെ പോകുമ്പോഴും അവൻ്റെ പ്രതീക്ഷ, അവൻ്റെ പ്രത്യാശ സർവശക്തനായ ദൈവത്തിനാണ്. ലൈഫിലുടനീളം നാളിതുവരെ നമുക്ക് സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതികൂലങ്ങളാണോ വന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനെ എങ്ങനെ തരണം ചെയ്യും? ഇതിനെ എങ്ങനെ തരണം ചെയ്ത് എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയും? മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചു പോകുകയാണല്ലോ എന്ന് ചിന്തിക്കുന്ന വലിയ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, പ്രത്യാശ ദൈവത്തിലാണെങ്കിൽ അതിന് ഭംഗം വരത്തില്ല. ആ പ്രത്യാശ ദൈവത്തിങ്കിൽ വെച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രത്യാശ മനുഷ്യരിലല്ല, ദൈവത്തിൽ, പ്രതീക്ഷകൾ ദൈവത്തിൽ വെച്ച് മുൻപോട്ട് പോകുക. പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ സൂക്ഷിക്കുന്ന വലിയൊരു ദൈവത്തിൻ്റെ കരം ചലിക്കും. വളരെ പ്രാർത്ഥനയോടെ, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. നമ്മോട് കൂടെ ദൈവത്തിൻ്റെ കരമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.